ഹായ് ഫ്രണ്ട്സ്, സ്വീൻറ്റമിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ പാറ്റേണിലുള്ളൊരു കുട്ടിയുടുപ്പായിട്ടാണ്. നമ്മുടെ കയ്യിലുള്ള പഴയ ചുരിദാർ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പാറ്റേൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കാം. ആദ്യം ഈ ചുരിദാറിൻ്റെ ചെസ്റ്റിൻ്റെ പോർഷനിൽ നിന്ന് നമുക്ക് അതുപോലെ വെട്ടിയെടുക്കാം. അപ്പോൾ ടോപ്പിന് എത്ര ലെങ്ത്ത് വേണം അതനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വെട്ടിയെടുക്കാം. ഇനി ഈ സ്ലിറ്റിൻ്റെ അവിടെ കൂടി നമ്മൾ ഇതുപോലെ വെട്ടിക്കൊടുക്കണം. രണ്ട് സൈഡും ഇതുപോലെ വെട്ടിക്കൊടുക്കുകയാണ്. ഈ ഒരു ഭാഗം സ്ലിറ്റ് തയ്ച്ചതാണ്. അപ്പോൾ ഇതും ഞാൻ ഇതുപോലെ വെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 പീസ് കിട്ടും. ഇനി നമുക്ക് ഈ ടോപ്പ് എങ്ങനെയാണ് മെഷർ ചെയ്യണേ നോക്കാം. അപ്പോൾ ആദ്യം ഈ ഉടുപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് 20 ഇഞ്ചാണ്. അത് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ തുണിയുടെ വീതി ഇപ്പോൾ വരുന്നത് 17 ഇഞ്ചാണ്. അപ്പോൾ ഈ തുണീനെ നമുക്കിതുപോലെ രണ്ടായിട്ട് ഇതുപോലെ മടക്കാം. അപ്പോൾ ഇതിൽ ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരുമിച്ചാണ് വെട്ടുന്നത്. ഇനി ഈ ഫ്രോക്കിൻ്റെ ഷോൾഡറാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അപ്പം ഇതിൻ്റെ മുകളിലായിട്ട് ടേപ്പ് വെച്ചിട്ട് ഷോൾഡർ അടയാളപ്പെടുത്താം. ഇവിടെ 10 ഇഞ്ചാണ് ഷോൾഡർ. അപ്പോൾ അതിൻ്റെ പകുതി 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഇവിടുന്ന് കൈക്കുഴി 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ തയ്ക്കാൻ പോകും. അങ്ങനെയാണ് 5.5 ഇഞ്ച് കിട്ടുന്നത്. ഇനി ചെസ്റ്റിൻ്റെ വണ്ണമാണ്. ചെസ്റ്റിൻ്റെ വണ്ണം വരുന്നത് 24 ഇഞ്ച്. അതിൻ്റെ 4/1 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തൊന്ന് ഇവിടേക്ക് എക്സ്ട്രാ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. 2 ഇഞ്ച് വേണം ഇവിടെ നിന്ന് കൊടുക്കേണ്ടത്. ഇനി ഈ പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് ഇട്ട് ഫ്രോക്കിന് ഷേപ്പ് കൊടുക്കുക. അതുപോലെ ഒരു എ ലൈൻ ഷേപ്പിൽ ഇതുപോലെ വരച്ചെടുക്കുകയാണ്. ഇനി 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തുന്ന ആ പോയിന്റിൽ നിന്ന് നേരെ മുകളിലേക്ക് ഈ ഷോൾഡറിൻ്റെ ഈ എൻഡിലേക്ക് ഇതുപോലെ ഒരു ലൈൻ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ഷോൾഡറിൻ്റെ ഇവിടുന്ന് ആ 2 ഇഞ്ചിലേക്ക് ഇതുപോലെയാണ് വെട്ടിക്കൊടുക്കേണ്ടത്. താഴേക്ക് ഇതുപോലെ വെട്ടിക്കൊടുക്കുക. ഇവിടെ ഇപ്പം നമുക്ക് 2 പീസ് കിട്ടി, ഫ്രണ്ടും ബാക്കും. ഇനി ഇതിൻ്റെ സ്ലീവ്സ് എങ്ങനെയാണ് വെട്ടണേന്ന് നോക്കാം. ഇതിന് വേണ്ടി ഞാൻ സെപ്പറേറ്റ് ബ്ലൂ കളർ തുണിയാണ് എടുക്കുന്നത്. അപ്പം ഇതിനെ ഇതുപോലെ 4ആയിട്ട് നമുക്ക് മടക്കാം. ഇനി ഈ മടക്കിയ വശത്തുനിന്ന് 3 ഇഞ്ച് ഇതുപോലെ താഴേക്ക് മാർക്ക് ചെയ്യാണ്. ഇത് ഷോൾഡറിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. ഇനി നമ്മൾ വെട്ടിയ തുണി ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗം ആ കൈക്കുഴിൻ്റെ ഒരു ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്യാണ്. അപ്പം ഇതുപോലെ വേണം നിങ്ങൾ തുണി വയ്ക്കേണ്ടത്. ഇതുപോലെ താഴെയിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലൊരു ചെരിച്ച് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ആ പോയിന്റ് എവിടെയാണ് അവസാനിക്കുന്നത്, അത് 7 ഇഞ്ചിലാണ് ആ പോയിന്റ് അവസാനിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ഒരു ലൈൻ കൂടി വരച്ചു കൊടുക്കാം. ഇനി 1/2 ഇഞ്ച് താഴേക്ക് തയ്യൽ തുമ്പ് കൂടി കൊടുക്കുകയാണ്. ഇനി ഈ സ്ലീവിനെ നമുക്ക് ഇതുപോലെ വെട്ടിയെടുക്കാം. ഇതുപോലെ ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ നടുക്ക് ഭാഗം നമുക്ക് ഇതുപോലെ വെട്ടിക്കൊടുക്കാം. അപ്പോൾ 2 സ്ലീവായിട്ട് നമുക്കിതിങ്ങനെ കിട്ടും. ഇതുപോലെ ആയിരിക്കും നമ്മൾ ഈ തുണിയുടെ മുകളിലായിട്ട് വെച്ച് തയ്ക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ് പാറ്റേൺ ആണിത്. ഇനി സ്ലീവ് എങ്ങനെയാണ് ഈ ഫ്രണ്ട് പോർഷനിൽ വെക്കണേന്ന് നോക്കാം. അപ്പോൾ ഈ പീസിൻ്റെ ഈ ഒരു ഭാഗം വേണം നമ്മൾ ഈ കൈക്കുഴീൻ്റെ ഈ ഒരു വശത്ത് വയ്ക്കേണ്ടത്. ഈ 3 ഇഞ്ചിൻ്റെ ഭാഗം മുകളിൽ ഇതുപോലെ വരണം. അപ്പോൾ 2 സൈഡിലും ഇതുപോലെ തന്നെ നമ്മൾ ഈ സ്ലീവ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല വശം ചേർത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഒരു സൈഡിലാണ് ഇപ്പോൾ അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഇനി ഇവിടുത്തെ വീതി വരുന്നത് 10 ഇഞ്ചാണ്. ഇവിടെ നമ്മൾ ഇലാസ്റ്റിക് ആണ് ഈ നെക്കിൻ്റെ ഇവിടെ ആയിട്ട് ഇടുന്നത്. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് നെക്ക് നമ്മൾ തയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിപ്പോൾ ഫ്രണ്ട് പോർഷനാണ് നമ്മൾ തയ്ച്ചത്. ഇനി ബാക്ക് പോർഷൻ്റെ തുണി ഇതുപോലെ നല്ല വശം ഉള്ളിലാക്കിയിട്ട്
അതുപോലെ നമുക്ക് ഈ സ്ലീവിൻ്റെ ഭാഗവും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഇതുപോലെ നല്ല വശം ചേർത്തിട്ട് ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെയായിട്ട് നമ്മൾ ഇലാസ്റ്റിക് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ തുണീനെ നമുക്ക് ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ മടക്കി തയ്ക്കാം. 1 ഇഞ്ചിലാണ് നമ്മൾ ഇലാസ്റ്റിക് തയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഇലാസ്റ്റിക്കിൻ്റെ വീതി വരുന്നത് 1/2 ഇഞ്ചാണ്. അപ്പോൾ 1/2 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് തുണീനെ മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഇലാസ്റ്റിക്കിൻ്റെ നീളം എടുത്തിരിക്കുന്നത് 16 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ വീതി, ഒരു സൈഡ് വീതി നമ്മൾ നോക്കിയത് 10 ഇഞ്ചാണ്. അപ്പോൾ എക്സ്ട്രാ 5 ഇഞ്ച് കൂടുതൽ എടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ ചുരുക്കിടാം. ഇലാസ്റ്റിക്കിൻ്റെ നീളം എടുക്കേണ്ടത് ഈ തുണീൻ്റെ ഇവിടുത്തെ നമ്മൾ വീതി നോക്കിയത് 10 ഇഞ്ചാണ്. നമ്മൾ സ്ലീവ് കൂട്ടിയിട്ടുണ്ടായില്ല, അപ്പോൾ സ്ലീവും കൂടി കൂട്ടിയിട്ട് നമ്മൾ എടുക്കുക. നെക്കിൻ്റെ ചുറ്റും നമ്മൾ ഇലാസ്റ്റിക് തയ്ച്ചു കഴിഞ്ഞു. സ്ലീവിൻ്റെ താഴെ നമ്മൾ ഇതുപോലെ മടക്കി തയ്ക്കണം. ഇനി ഈ ടോപ്പിന് നമുക്ക് 2 സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് നമ്മളെല്ലാം തയ്ച്ചു കഴിഞ്ഞു. ഇതുപോലെ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് സൈഡ് തയ്ച്ചു കൊടുക്കുക. സൈഡ് തയ്ച്ചു കൊടുക്കുമ്പോൾ സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 2 സൈഡ് നമ്മൾ ജോയിൻ ചെയ്തു. ഇനി നമുക്ക് തുണീനെ മറിച്ചിട്ടിട്ട് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് ഈ ഒരു ടോപ്പ് ഇരിക്കുന്നത്. ഈ സ്ലീവിൻ്റെ പേര് രംഗ്ലാൻ സ്ലീവ് എന്നാണ്. അപ്പോൾ ഇവിടെ ഇലാസ്റ്റിക്കാണ് നമ്മൾ നെക്കിന് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇലാസ്റ്റിക്കിൻ്റെ പകരമായിട്ട് അവിടെ വേണമെങ്കിൽ ചുരുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഫ്ലീറ്റ്സ് പോലെ ഇട്ടിട്ട് നമുക്ക് കഴുത്തിൽ പൈപ്പിംഗ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തുടക്കക്കാർക്ക് തയ്ക്കാൻ പറ്റിയൊരു മോഡലാണിത്. നല്ലൊരു പാറ്റേൺ ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.